ഉദ്യോഗസ്ഥനെ ചെരുപ്പ് കൊണ്ടടിച്ച് കർഷകൻ. കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ആക്രമണം. കർണാടക ബാഗൽകോട്ടിലാണ് സംഭവം. 10 വർഷം മുൻപ് മഴക്കെടുതിയിലാണ് കർഷകന്റെ വിള നശിച്ചത്. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, 10 വർഷമായി ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടി, ആ തുകയ്ക്ക് വേണ്ടി കയറി ഇറങ്ങുന്നു. അവസാനം സഹികെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഷേധം. തീർച്ചയായിട്ടും ഈ കർഷകന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടിയ അയാൾ, അതായത് ഒരു വിള നട്ട്, അദ്ദേഹത്തിന് കരിമ്പ് കൃഷിയായിരുന്നു ആ വിള നട്ട്, പക്ഷെ വലിയ തോതിൽ കൃഷ്ണാനദിയിൽ നിന്ന് വെള്ളം കയറി അദ്ദേഹത്തിൻ്റെ കൃഷി നാശിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് സർക്കാർ നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചു. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കർഷകരായിട്ടുള്ള ബാസപ്പ. നിരവധി തവണ ഈ ഉദ്യോഗസ്ഥ ആളുകളുടെ അടുത്ത്, ജീവനക്കാരുടെ അടുത്ത് നിരവധി തവണ അദ്ദേഹം കയറിയിറങ്ങി. പലപ്പോഴും ശരിയാക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പതിവ് പോലെ ബാഗൽകോട്ട് നഗരവികസന അതോറിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ്. ഈ ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീങ്ങുന്നത്. ഏതായാലും അവിടെ എത്തി. അപ്പോൾ പതിവ് പോലെ ഈ ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കദ് എന്ന് പറയുന്നയാൾ പതിവ് പല്ലവി തന്നെ അദ്ദേഹം ആവർത്തിച്ചു. തുടർന്ന് ആ സമയത്ത് അവിടെ മറ്റ് ചില ആവശ്യങ്ങൾ ഉപയോഗിച്ച്, അതായത് കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ അവിടെ ഈ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവരോട് ഈ വിവരം പറഞ്ഞു. അവരെയും കൂട്ടി ഈ ഉദ്യോഗസ്ഥനെ കാണാനെത്തിയപ്പോഴും പതിവ് പല്ലവി തന്നെയായിരുന്നു ഉണ്ടായത്. തുടർന്നാണ് ചെരുപ്പൂരി ഈ ഉദ്യോഗസ്ഥനെ, ഈ ബാസപ്പ എന്ന് പറയുന്ന കർഷകൻ അടിക്കുന്നത്. ഉടൻ തന്നെ മറ്റാളുകൾ, ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ സംഘടനാ പ്രവർത്തകരൊക്കെ ഇടപെട്ട് ഇയാളെ മാറ്റി. അതോടുകൂടി തന്നെ വലിയ സംഘർഷമാണ് ഒഴിവായത്. ഏതായാലും ഇയാൾക്കെതിരെ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. അതായത് ഈ വിഷയം, അതായത് കർഷകന്റെ ഭാഗത്ത് ചെറിയ തോതിൽ, അല്ലെങ്കിൽ കർഷകന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ വിഷയം ഒത്തുതീർക്കാനുള്ള ശ്രമമാണ് ബാഗൽകോട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാര്യമായിട്ട് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ, കർഷകരുടെ കണ്ണീര് കാണാത്ത ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ഉയരുന്നത്. ഏതായാലും വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കർഷകന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാരിനോട് അനുബന്ധിച്ച്, പ്രത്യേകിച്ച് കൃഷി വകുപ്പിനോടനുബന്ധിച്ച് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ശരി. बात करना है